ഈ ഭരണം വന്നപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? കുറേ പേർ ഒരു വശത്ത്, മറുവശത്ത് മുസ്ലിങ്ങളെല്ലാം കൂടി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എല്ലാം കൂടി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇത് മറുവശത്ത്. ഈ ചോദ്യങ്ങൾക്ക് നടുവിൽ ഒരു ഗവൺമെൻറ് ആരംഭിക്കുന്നതേ ഉള്ളൂവെങ്കിലും എൻ്റെ ഒരു അനലിസ്റ്റിക് സ്കില്ലുകൊണ്ട്, അല്ലെങ്കിൽ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷമായി കിട്ടുമോ എന്ന് ചോദിച്ചാൽ, അവരുടെ സ്വത്വവും അഭിമാനവും സംരക്ഷിക്കപ്പെടും എന്നുള്ളതിനപ്പുറത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും അധികമായി കിട്ടാനോ അല്ലെങ്കിൽ അവർക്കർഹിക്കുന്നത് കിട്ടാനോ ഒന്നും പോകുന്നില്ല എന്നതാണ് സത്യസന്ധമായൊരു കാര്യം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെൻറ്റിൻ്റെ മേലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അമിത പ്രതീക്ഷയുടെ ഭാരമാണ്. വളരെ ചടുലതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രസംഗിച്ച് അതിനൊക്കെ ചില വീര്യമൊക്കെ നൽകി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകളിൽ വലിയ അമിത പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷകളുടെ ഭാരം ഇപ്പോൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് വകുപ്പുകൾ കിട്ടിയില്ലെങ്കിലും അവരും അവരുടെ ഓഫീസുകളും അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. കാരണം ഈ പറഞ്ഞതുപോലെ അത് ഏറ്റവും പ്രാധാന്യമുള്ള ഈ പ്രതീക്ഷയുടെ ഭാരം എന്നൊക്കെ പറയാവുന്നത് ഒരു വലിയ സംഗതിയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് സവിശേഷമായി എന്തെങ്കിലും കിട്ടില്ല എന്ന് പറയുന്നത്? എല്ലാ അർത്ഥത്തിലും നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേക സമുദായത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കൊന്നും ഒരിടത്തേക്കും ഒരു ഗവൺമെൻറ്റിനും ഇന്നത്തെ കേരളത്തിൽ സഞ്ചരിക്കുക അസാധ്യമാണ്. അത്തരത്തിൽ സംഘടിതമാണ് ഓരോ സമൂഹവും. നഷ്ടപ്പെടുന്ന സംഗതികൾ അപ്പോഴപ്പോൾ നേടിയെടുക്കാൻ കഴിയുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു ബാക്ക്ലോഗ് പരിഹരിക്കലോ അല്ലെങ്കിൽ പഴയ കൂടെ കടന്നു തീർക്കലോ പിടിച്ചു വാങ്ങലോ ഒന്നും ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണം സാധാരണ നമ്മൾ ഫുട്ബോൾ കളിയിലൊക്കെ പറയാറുണ്ട്. കളി തുടങ്ങി ഹാഫ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പകുതിയാകുമ്പോഴാണ് പ്രതിരോധം തീർക്കുന്നതും അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതുമൊക്കെ. ഇപ്പോൾ കളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വയം പ്രതിരോധത്തിലായ ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. അപ്പോഴൊന്നും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, പറയുന്നവരെ തെറി വിളിക്കും. എന്താണെന്നറിയോ, ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബഹളവും കോലാഹലത്തിൻ്റെയും ചർച്ചയിലെല്ലാം പൊതുവിലെല്ലാ ചാനലുകളും മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പറഞ്ഞത് ദേ മുസ്ലിം ലീഗിൻ്റെ, മുസ്ലിമിൻ്റെ, മലബാറിൻ്റെ ഒക്കെ മന്ത്രിയായി ദേ വി.ഡി. സതീശൻ സാർ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഒരുപക്ഷെ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് അദ്ദേഹം അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായി വേദിയിൽ പറയേണ്ടി വന്നതും അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതിരോധത്തിൻ്റെ നിഴലിൽ നിന്ന് മാറി നിൽക്കാനാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വി.ഡി. സതീശനെ പോലെ ഒരാൾ ഒന്നും കാണാതെ വളരെ കാഷ്വലായി അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. എല്ലാം അളന്നു തൂക്കി കണക്ക് കൂട്ടി സംസാരിക്കുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരൻ തന്നെയാണ് വി.ഡി. സതീശൻ. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ മേൽ അതിൻ്റെ ഒരു ഭാരം അങ്ങട് ചേർത്ത് വെച്ചു കൊടുക്കുകയാണ്. ഇതെപ്പോഴാണ് ഒരിക്കൽ കേരള രാഷ്ട്രീയത്തിൽ ഈ ഭാരം ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് കരുണാകരനെ മാറ്റി ആൻ്റണി വന്നപ്പോൾ, അന്ന് കരുണാകരനെ മാറ്റി ആൻ്റണിയെ കൊണ്ടുവന്നപ്പോൾ ഘടകകക്ഷികളാണ് കൊണ്ടുവന്നത്, ലീഗാണ് അതിന് പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് അതേ ആൻ്റണിയെ കൊണ്ടുപോയി തിരൂരങ്ങാടിയിലോ മറ്റോ മത്സരിപ്പിച്ചതും ലീഗ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ഗുണവുമില്ലെങ്കിലും ലീഗ് നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത വന്നപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് കുടഞ്ഞെറിഞ്ഞ് ആദർശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അന്ന് ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന നടത്തിയത്, ന്യൂനപക്ഷങ്ങൾ പിടിച്ചു വാങ്ങുന്ന കഥ പറഞ്ഞത്. അല്ലാതെ ആൻ്റണി മണ്ടനായതുകൊണ്ടല്ല, ആൻ്റണിക്ക് അറിയാത്തതുകൊണ്ടുമല്ല. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കി. ഇനി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് സ്വാഭാവികമായ സംഗതികൾ വന്നാലും ഒരു കരുതലോടെ അല്ലാതെ മുഖ്യമന്ത്രിക്ക് ഒപ്പിടാനാവില്ല. കാരണം തൻ്റെ മേൽ ചാർത്തപ്പെട്ട മുദ്ര അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കുന്നതിന് അല്ലെങ്കിൽ അതല്ല എന്ന് പറയുന്നതിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പോലും വല്ലാണ്ടാരും മുന്നോട്ട് വരില്ല. മറ്റ് ഘടകകക്ഷികൾക്കും അതിനെ പ്രതിരോധിക്കുന്നതിന് പരിമിതിയുണ്ട്. ലീഗ് തന്നെയും അങ്ങനെ വല്ലാണ്ട് പറയുന്നത് താല്പര്യപ്പെടുന്നില്ല.
കേരള കോൺഗ്രസ്സുകൾ ഒരിക്കലും അങ്ങനെ പറയുകയുമില്ല. ഇപ്പം ചുരുക്കത്തിൽ അദ്ദേഹം തന്നെ പ്രതിരോധിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലും സവിശേഷമായ സംഗതി നേടിയെടുക്കാനോ അല്ലെങ്കിൽ നേടാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ഒന്ന് സാധിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, പറയുന്ന കാര്യങ്ങൾക്ക് അപ്പോഴപ്പോൾ മറുപടി പറയാൻ ആരെങ്കിലുമൊക്കെ വന്നെന്നിരിക്കും. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി വല്ലാണ്ട് സംസാരിച്ചപ്പോൾ വിഷം ചീറ്റൽ അവസാനിപ്പിക്കണം, അത് കേരളത്തിന് പറ്റിയ മണ്ണല്ലെന്നും ഉറക്കെ പറഞ്ഞത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ്. ഒരുപക്ഷെ അധികാരത്തിലിരിക്കുന്നവർക്ക് ഇനി പറയാൻ മടിയുണ്ടാവും, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടി വരും. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ അപമാനിക്കപ്പെടുന്ന സമൂഹത്തെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPM ഭരിക്കുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഈ പറയുന്ന പിണറായി വിജയൻ സഖാവ് എന്ത് പറയുന്നോ അതിനോട് താതാത്മ്യപ്പെട്ട് അതിന് ജയ്ഹോ വിളിക്കാനാണ് എല്ലാവരും മുതിർന്നത്. ആ കാലത്തിനൊരു മാറ്റം വരിക തന്നെ ചെയ്യും എന്നെനിക്കുറപ്പുണ്ട്. ചുരുക്കത്തിൽ അത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം എല്ലാ ആവേശ കമ്മിറ്റിക്കാരും മുന്നോട്ട് സഞ്ചരിക്കാൻ.